ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച് ഒരു പരാമർശം ഇന്ന് ഹൈക്കോടതിയിലുണ്ടായിട്ടുണ്ട്. അത് ഗൗരവമായി തന്നെ നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അത് ഇതിൻ്റെ മുന്നിലുള്ള ഒരു കാര്യമാണ്. ഇവിടെ സ്വർണ്ണമോ വെള്ളിയൊന്നും ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എല്ലാം ഡബിൾ ലോക്കറിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഡബിൾ ലോക്കറിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ താക്കോല് 3 സ്ഥലത്താണ്. ഒന്ന് തന്ത്രി, ഒന്ന് മല്ലിശ്ശേരി, ഒന്ന് അഡ്മിനിസ്ട്രേറ്റർ. ഇതൊന്നും ആർക്കും ഒറ്റയ്ക്ക് തുറക്കാനോ പിടിക്കാനോ കൊണ്ടുപോകാനോ കഴിയില്ല. ലോക്കർ തുറക്കണമെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളൊരു കമ്മിറ്റി, തന്ത്രി, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള തന്ത്രി, ഊരാളൻ തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് തുറക്കാനോ എണ്ണാനോ ഒക്കെ പാടുള്ളൂ, പരിശോധിക്കാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. പരിശോധിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായത് ഓഡിറ്റ് പാർട്ടിക്ക് ആവശ്യമായ രേഖകൾ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് ദേവസ്വത്തിൽ നിന്നും. അതങ്ങനെ ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് ഹൈക്കോടതി പരാമർശം കേട്ടതിന് ശേഷം ഞാൻ ഗൗരവമായി എടുത്ത് അത് പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.